ഈശ്വര പ്രണാമം. ഓമജ്ഞാനാതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിത ശ്രീ വിശാഖാന്വിതാംശ നമ ഓ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേ ഇതി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ജന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എത്ര ശ്ലോകം വരെ എടുത്തത്? 24. 23. കാമോപ്സുന കർമ്മ സാഹങ്കാരേണ വാ പുനഃ ക്രിയതേവ ബഹുലായാസം തദ്രജസമുദാഹൃതം. തന്റെ ആഗ്രഹം നിറവേറ്റാനായോ വിദ്യാഹംഭാവം കൊണ്ടോ ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മമാണ് രാജസ കർമ്മം. അപ്പോൾ തന്റെ കർമ്മം നിറവേറ്റുവാൻ, അതായത് ഏത് തരത്തിലുള്ള കർമ്മങ്ങളാണോ കിട്ടുന്നത് അതിന് ഫലം നല്ലതായിരിക്കണം, അതിന്റെ ഭോഗം നമ്മൾക്ക് ആവശ്യപ്പെട്ടതാണ്, അതിൽ നിന്നുള്ള പണം നമുക്ക് വേണ്ടതാണ് എന്നുള്ള ആഗ്രഹം കൊണ്ടും ആ വിദ്യാ അഹംഭാവം കൊണ്ടും ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മമാണ് രാജസമായിട്ടുള്ള കർമ്മം. അനുബന്ധം ക്ഷയം ഹിംസ മനപ്രേക്ഷ്യ ച പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യത്താമസമുച്യതേ. തുടർന്നുണ്ടാവുന്ന കെട്ടുപാടുകളെയോ അന്യർക്കുണ്ടാകുന്ന നാശത്തെയോ ക്ലേശത്തെയോ അവഗണിച്ചും ശാസ്ത്ര നിർദ്ദേശങ്ങൾക്കെതിരായും വ്യാമോഹം മൂലം ചെയ്യുന്ന ആ കർമ്മമത്രേ രാജസ കർമ്മം. താമസമായിട്ടുള്ള കർമ്മം, അതായത് തുടർന്നു ഉണ്ടാകുന്ന കെട്ടുപാടുകൾ. അപ്പോ ഒരു കർമ്മത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാല് അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന
വളരെയധികം ബന്ധനങ്ങൾ, കെട്ടുപാടുകൾ, അന്യർക്കുണ്ടാകുന്ന നാശം, ആ കർമ്മം മൂലം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന നാശം, ക്ലേശം, ഇതിനെല്ലാം അവഗണിച്ചിട്ട് അവനവന് ഉണ്ടാകുന്ന ആ സുഖവും സമ്പത്തും ഭോഗവും മാത്രം ലക്ഷ്യമാക്കിയിട്ട് ശാസ്ത്ര നിർദ്ദേശങ്ങൾക്കെതിരായും പലവിധ ശാസ്ത്രങ്ങൾക്കും ആ ഭഗവത് ശാസ്ത്രങ്ങൾ നിർദ്ദേശങ്ങൾക്കും എല്ലാം എതിരെയായും വ്യാമോഹം മൂലം ചെയ്യുന്ന കർമ്മമത്രയും താമസം. സങ്കോരഹം വാദി ധൃത്യുത്സാഹസമന്യത സിദ്ധ്യോ സിദ്ധ്യോ നിർവികാര കർത്ത സാത്വിക ഉച്യതേ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുമായി ബന്ധപ്പെടാതെ വിദ്യാഹങ്കാരം ത്യജിച്ചും സ്ഥിരനിശ്ചയത്തോടെയും ഉത്സാഹത്തോടുകൂടിയും ജയപരാജയങ്ങളിൽ അക്ഷോഭ്യനായും പ്രവർത്തിക്കുന്നവനത്രേ സാത്വികൻ. അപ്പോൾ ആ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുമായി ബന്ധപ്പെടാതെ, അതായത് ആ ത്രിഗുണങ്ങൾക്ക് അനുബന്ധിച്ചിട്ടാണ് എല്ലാ തരത്തിലുള്ള പ്രവർത്തനവും വരുന്നത് ഈ പ്രകൃതിയിൽ. അപ്പോൾ അതിനോടൊന്നും ബന്ധപ്പെടാതെ, അതായത് അങ്ങനെ ബന്ധപ്പെടാതെ ഇരിക്കണമെങ്കിൽ അത് മുഴുവനായിട്ടും ആ കർമ്മം ഭഗവാന് സമർപ്പിച്ചിരിക്കണം. അതുപോലെ തന്നെ വിദ്യാഹങ്കാരം, അവനവനുള്ള അഹംഭാവം, വിദ്യാഹങ്കാരം എന്നിവയെല്ലാം ത്യജിച്ചും സ്ഥിരനിശ്ചയത്തോടു കൂടിയിട്ടും ഉത്സാഹത്തോടുകൂടിയും ജയപരാജയങ്ങളിൽ അപ്പൊ ആ കർമ്മം ചെയ്യുമ്പോൾ, ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആ ജയപരാജയങ്ങൾ, മാനാപമാനങ്ങൾ, അതിലെല്ലാം തന്നെ അക്ഷോഭ്യനായി പ്രവർത്തിക്കുന്നവരത്രേ സാത്വികൻ. രാഗി കർമ്മഫല പ്രോക്സുർലുബ്ധോ ഹിംസാത്മകോ ശുചി ഹർഷശൗകാന്വിത കർത്ത രാജസ പരികീർത്തിത. പ്രവൃത്തിയിലും അതിന്റെ ഫലങ്ങളിലും ആസക്തനും ആ ഫലങ്ങൾ അനുഭവിക്കുവാൻ ആഗ്രഹമുള്ളവനും ലോഭിയും ഈർഷ്യാലുവും വിശുദ്ധിയില്ലാത്തവനും സുഖദുഃഖങ്ങളാൽ ബാധിതനുമായിട്ടുള്ള കർത്താവത്രേ രാജസം. പ്രവൃത്തിയിൽ, അതായത് നമ്മൾ ഇത് ചെയ്ത് ഒരു നിയതമായിട്ടുള്ള പ്രവൃത്തി കിട്ടിക്കഴിഞ്ഞാല് അതിന്റെ ഫലം നമ്മൾ കാക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഫലത്തിൽ ആസക്തനും ആ ഫലങ്ങൾ അനുഭവിക്കുവാൻ ആഗ്രഹമുള്ളവനും ലോഭിയും, അതായത് അത്യാഗ്രഹമുള്ളവന് ഈഷ്യാലുവായതും വിശുദ്ധിയില്ലാത്തവനും സുഖദുഃഖങ്ങളാൽ ബാധിതനുമായിട്ടുള്ള ആ കർത്താവ്, ആ കർമ്മം ചെയ്യുന്നത് ആരാണോ അത്തരത്തിലുള്ളവനെ രാജസിക പ്രകൃതി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഫൈനൽ റിസൾട്ട് ആയിട്ടുള്ള ആ ഫലം അത് നല്ല രീതിയിൽ വരണം, നല്ല തരത്തിലുള്ള ഭോഗങ്ങളും സുഖങ്ങളും പണവും അതിൽ നിന്ന് ലഭിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് അത്തരത്തിൽ ആസക്തിയോടുകൂടിയിട്ട് വിദ്യാഹങ്കാരത്തോടു കൂടിയിട്ട് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം നമ്മളെ ബാധിക്കുന്നു. ലോഭിയും ഈർഷ്യാലുവും വിശുദ്ധിയില്ലാത്തവനും സുഖദുഃഖങ്ങളാൽ ബാധിതനുമായിട്ടുള്ള അതാണ് അതിന്റെ കർത്താവത്രേ രാജസം. അപ്പോൾ ആ രാജസിക പ്രകൃതി ഇത്തരത്തിലുള്ളതാണ്. അപ്പോൾ ശരിയായിട്ടുള്ള രീതി എന്താണെങ്കിൽ അത് മുഴുവനും നിയതമായിട്ടുള്ള കർമ്മങ്ങൾ ഏതാണോ അത് മുഴുവനും ആ വിദ്യാഹങ്കാരമില്ലാതെ ഭഗവാന് സമർപ്പിച്ചും ആ കർമ്മത്തിൽ കൂടി വരുന്ന ആ പലതരത്തിലുള്ള ദ്വന്ദ്ങ്ങളിൽ നിന്നെല്ലാം വിമുക്തനായിട്ട് അതിൽ അങ്ങനെയാണ് ഒരു കർമ്മം ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ചിലപ്പോൾ അത് ലാഭമായിരിക്കാം, ചിലപ്പോൾ അത് നഷ്ടമായിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടി മാനമോ അപമാനമോ അങ്ങനെയുള്ള പല വിധത്തിലുള്ള ദ്വന്ദ്ങ്ങൾ വന്നിരിക്കാം. എങ്കിൽ പോലും അതിൽ ആസക്തനല്ലാതെ ആ കർത്തവ്യ നിർവഹണത്തിനായിട്ട് മാത്രം ചെയ്യുന്ന കർമ്മം സാത്വികവും അതല്ലാതെ ചെയ്യുന്ന ആ കർമ്മം എന്ന് പറയുന്നത് രാജസവും ആണ്. അയുക്ത പ്രകൃത സ്തബ്ധ ഷഡോ നൈഷ്കൃതികോ ലസ വിഷാദി ദീർഘസൂത്രീ ച കർത്ത താമസ ഉച്യതേ. എപ്പോഴും ശാസ്ത്ര നിഷിദ്ധങ്ങളായിട്ടുള്ള കർമ്മത്തിൽ ഏർപ്പെടുന്നവരും
ഭൗതികവാദിയും ദുർവാശിക്കാരനും ചതിയനും മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ സമർത്ഥനും അലസനും ദുഃഖിതനും കർത്തവ്യം നീട്ടിവെച്ചു കൊണ്ടുപോകുന്ന ഒരാളെ താമസൻ എന്ന് പറയുന്നു. എപ്പോഴും ശാസ്ത്രനിഷിദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ എപ്പോഴും ഏർപ്പെട്ടിരിക്കുന്നു. ശാസ്ത്രനിഷിദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാല് പല വിധത്തിലുള്ള അത്യാചാരങ്ങൾ പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ വീട് സമ്പത്ത് കൊള്ളയടിക്കൽ, വിഷം കൊടുക്കൽ, മറ്റുള്ള ജീവികളെ ഹിംസിക്കൽ, ചതി വഞ്ചന, ഇത്തരത്തിലുള്ള ശാസ്ത്ര നിഷിദ്ധങ്ങളായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരും ഭൗതികവാദിയും, അതായത് ആ ശരിയായിട്ടുള്ള ഭഗവാന്റെ തത്വങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നവരും ദുർവാശിക്കാരനും ചതിയനും മറ്റുള്ളവരെ അപമാനിക്കുന്നവരിൽ സമർത്ഥനും അലസനും ദുഃഖിതനും കർത്തവ്യം നീട്ടിവെച്ചു കൊണ്ടുവന്നവനുമായിട്ടുള്ള ഒരാളെ താമസൻ എന്ന് പറയുന്നു. ബുദ്ധിർഭേദം ധൃതശ്ചൈവ ഗുണതസ്ത്രിവിധം ശൃണു പ്രോച്യമാനാമശേഷേണ പൃഥക്തേന ധനഞ്ജയ. ഹേ ധനഞ്ജയ, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളനുസരിച്ച് പലതരത്തിലുള്ള ദൃഢനിശ്ചയങ്ങളും അറിവുകളുമുണ്ട്. അവയെക്കുറിച്ച് ഇനി വിവരിച്ചു തരാം, കേട്ടോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? പ്രഭു ഇല്ല പ്രഭു, ആഡിയോ ഇല്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. 28ാമത്തെ ശ്ലോകം കേട്ടിരുന്നോ? ഇല്ല. അയുധ പ്രകൃത സ്തബ്ധ ഷഡോ നിഷ്കൃതി ഗോലസ വിഷാദി ദീർഘസൂത്രീ ച കർത്ത താമസ ഉച്യതേ. എപ്പോഴും ശാസ്ത്ര നിഷിദ്ധങ്ങളായിട്ടുള്ള കർമ്മത്തിൽ ഏർപ്പെടുന്നവനും ഭൗതികവാദിയും ദുർവാശിക്കാരനും ചതിയനും മറ്റുള്ളവരെ അപമാനിക്കുന്നവരിൽ സമർത്ഥനും അലസനും ദുഃഖിതനും കർത്തവ്യം നീട്ടിവെച്ചു കൊണ്ടിരിക്കുന്നവനുമായിട്ടുള്ള ഒരാളെ താമസൻ എന്ന് പറയുന്നു. ബുദ്ധിർഭേദം ധൃതശ്ചൈവ ഗുണസ്ഥിതിവിധം ശൃണു പ്രോച്യമാനാമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ. ഹേ ധനഞ്ജയ, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളനുസരിച്ച് പലതരത്തിലുള്ള ദൃഢനിശ്ചയങ്ങളും അറിവുകളുമുണ്ട്. ഇവയെക്കുറിച്ച് വിവരിച്ചു തരാം. പ്രവൃത്തിഞ്ച നിവൃത്തിഞ്ച കാര്യകാര്യോഭയാഭയ ബന്ധം മോക്ഷം യോ വേത്തി ബുദ്ധിസാ പാർത്ഥ സാത്വികി. ബുദ്ധിപുത്ര, ചെയ്യേണ്ടതും ചെയ്തുകൂടാത്തതുമെന്ത്, ഭയപ്പെടേണ്ടതും ഭയപ്പെടാത്തതുമെന്ത്, ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാവുന്നതെന്ത് എന്നെല്ലാം അറിയുന്നവനാണ് സാത്വികമായിട്ടുള്ള ബുദ്ധി. അപ്പോൾ നിയതമായിട്ടുള്ള വിധിഹിതമായിട്ടുള്ള പ്രവർത്തികളെല്ലാം ചെയ്യുമ്പോൾ, ഫലോദിഷ്ട പ്രവർത്തികളെല്ലാം ചെയ്യുമ്പോൾ അത് വിശകലനം ചെയ്ത് നല്ല രീതിയിൽ വിശകലനം ചെയ്യുക. എങ്ങനെയാണ്, എന്താണ് ചെയ്തു കൂടേണ്ടത്, അത് ആ ശാസ്ത്ര നിർദ്ദിഷ്ടമായിട്ടുള്ള
ആ പ്രവർത്തികൾ ചെയ്യുക, അതല്ലാത്തത് ചെയ്യാതിരിക്കുക. ആ ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാകുന്ന പ്രവർത്തികളും അത് ഏത് രീതിയിലാണ് പ്രവൃത്തി ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾ മുമ്പുള്ള അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള വിശകലനാത്മകമായിട്ടുള്ള ബുദ്ധിയോട് കൂടിയിട്ട് ആ പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് ശരിയായിട്ടുള്ള അത്തരത്തിലുള്ള ബുദ്ധിയുള്ള ആളുകളെയാണ് സാത്വികമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത്. ധർമ്മം അധർമ്മം ച കാര്യം ച കാര്യമേവ ധർമ്മമധർമ്മം ച കാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധി സാ പാർത്ഥരാജസി. പാർത്ഥ ധർമ്മമെന്ത് അധർമ്മമെന്ത്, ചെയ്യേണ്ടതെന്ത് ചെയ്യരുതാത്തതെന്ത് എന്ന് വേർതിരിച്ചറിയാനാവാത്ത ബുദ്ധിയാണ് രാജസം. അപ്പോൾ ആ വിദ്യാഹങ്കാരത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പലവിധത്തിലുള്ള സുഖത്തിനും ഭോഗത്തിനും അടിമപ്പെട്ട് ആ പലവിധ പ്രവൃത്തികളും ചെയ്യുന്നു. അത്തരത്തിലുള്ള ബുദ്ധികൾക്ക് ധർമ്മമോ അധർമ്മമോ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്ത് എന്ന് വേർതിരിച്ച് ആ വിശകലനം ചെയ്യാനുള്ള ശേഷി ഉണ്ടാവുകയില്ല. അത്തരത്തിലുള്ള ബുദ്ധിയെ രാജസ ബുദ്ധി എന്ന് വിളിക്കുന്നു. അധർമ്മം ധർമ്മമിതിയാ മന്യതേ താമസാവൃത സർവാർത്ഥാൻ വിപരീതാംശ ബുദ്ധി സ പാർത്ഥ താമസി. ഹേ പാർത്ഥ, വ്യാമോഹത്തിന്റെയും അന്ധകാരത്തിന്റെയും സ്വാധീനതയും വ്യാമോഹത്തിന്റെയും അന്ധകാരത്തിന്റെയും സ്വാധീനതയിൽ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കരുതി സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി താമസമാകുന്നു. അപ്പോൾ പലതരത്തിലുള്ള വ്യാമോഹം, അന്ധകാരം, ഇതിന്റെയൊക്കെ സ്വാധീനതയിൽ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കരുതി, അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് ശരിയായിട്ടുള്ള ആ ധാർമ്മികമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ എല്ലാം തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു. അതുമായി ഈ ധാർമ്മിക ഗ്രന്ഥങ്ങളെ അവഗണിച്ചും കൊണ്ട് അവര് സ്വന്തമായിട്ട് ആ ധാർമ്മികമായിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം എന്താണ് ചമയ്ക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള താമസിക ബുദ്ധികളാണ് ഈ പലതരത്തിലുള്ള വേദബാഹ്യങ്ങളായിട്ടുള്ള സ്മൃതികളെല്ലാം അതിൽ ആ രചനയിൽ പലതരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ ഇത്തരത്തിലുള്ള മന്ദബുദ്ധികൾ ചേർത്തിരിക്കുന്നു. അതുകൊണ്ടാണ് പലതരത്തിലുള്ള ഇപ്പോൾ നമ്മൾ അത്യാചാരങ്ങൾ ആ സനാതന ധർമ്മത്തിൽ കടന്നുകൂടിയത്. അതായത് ധർമ്മത്തെ അവരുടേതായിട്ടുള്ള വ്യാഖ്യാനത്തിൽ കൂടി പല രീതിയിൽ അവരുടേതായിട്ടുള്ള ബുദ്ധിക്ക് അനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. അതുപോലെ പല വിധത്തിലുള്ള തെറ്റുകളെല്ലാം തന്നെ ആ സ്മൃതികളിൽ കടന്നുകൂടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സ്മൃതികൾ അനുസരിച്ചിട്ടാണ് മുൻപ് കാലത്തുള്ള നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് ജനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ നിയമങ്ങളും സ്മൃതികളും എല്ലാം തന്നെ വേദബാഹ്യങ്ങളായിട്ട് ഉള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്മൃതികളെല്ലാം തന്നെ പല വേദത്തിലെ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളും എല്ലാം ഉണ്ട്. ഇതെല്ലാം താമസിക ബുദ്ധികൾ ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ അധർമ്മത്തെ ധർമ്മമായിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആ കൂട്ടിച്ചേർക്കലുകളും അവനവൻ്റെതായിട്ടുള്ള ആ ധർമ്മ ഗ്രന്ഥങ്ങളെല്ലാം ചമയ്ക്കുന്നതും. അങ്ങനെ ധർമ്മത്തെ അധർമ്മത്തെ കരുതി സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി താമസമാകുന്നു. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള മാനദണ്ഡം? കൃഷ്ണബോധത്തിന് ആ ഭഗവത് സേവനത്തിന് ഉതകുന്നതായിട്ടുള്ള ഏതൊരു നിയമവും നമ്മൾക്ക് ആ ശരിയായിട്ടുള്ള നിയമമായിട്ട് കണക്കാക്കാം. അതല്ലാത്ത ആ കൃഷ്ണബോധ സംബന്ധിക്ക് വിഘാതമായിട്ട് നിൽക്കുന്ന ഏതൊരു പ്രവൃത്തിയും ഏതൊരു നിയമവും അത് എന്തായിരിക്കും? താമസികവും അധാർമികവുമായിട്ടുള്ള നിയമവും ധർമ്മവും ശാസ്ത്രവുമായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണ് ആ ഗ്രന്ഥങ്ങളുടെ മാനദണ്ഡം നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പലവിധത്തിലുള്ള അത്യാചാരങ്ങളും മറ്റ് ജാതി വ്യവസ്ഥകളും ഇതെല്ലാം കൊണ്ടുവരുന്നത്
ഇത്തരത്തിലുള്ള സ്മൃതികൾ വേദവാക്യങ്ങളായിട്ടുള്ള ആ സ്മൃതികളുടെ അടിസ്ഥാനത്തിലാണ് അതെല്ലാം തെറ്റായിട്ട് ഉള്ളതാണ് എന്ന് കാണാൻ സാധിക്കുന്നു. ധൃത്യായയാ ധാരയത മനഃപ്രാണേന്ദ്രിയ ക്രിയ യോഗേന വ്യഭിചാരേണ ധൃതി സ പാർത്ഥ സാത്വികി. ഹേ പാർത്ഥ, യോഗാനുഷ്ഠാനത്താൽ നിലനിർത്തിയതും ദൃഢമായതും മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള ആ നിശ്ചയം സാത്വികമാണ്. യോഗാനുഷ്ഠാനത്താൽ, അപ്പോൾ ആ ഒരു യോഗിയുടെ കാര്യമാണ് പറയുന്നത്. ആ യോഗാനുഷ്ഠാനത്താൽ സ്ഥിരമായിട്ട് നിലനിർത്തിയ മനസ്സ്, ദൃഢമായതും പ്രാണൻ, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങളെ ആ ശരിയാവണ്ണം നിയന്ത്രിക്കുന്ന ആ നിശ്ചയം, ആ ദൃഢനിശ്ചയം എന്ന് പറയുന്നത് സാത്വികമാണ് എന്ന് പറയുന്നു. ഏയാത്തു ധർമ്മകാമാർത്താൻ ധൃത്യാധാരയതേർജുന പ്രസംഗേന ഫലകാംക്ഷി ധൃതീസ പാർത്ഥരാജസി. അല്ലയോ അർജുന, ഏതൊരു നിശ്ചയം കൊണ്ടാണോ മനുഷ്യൻ ധർമ്മം, അർത്ഥം, കാമം എന്നിവയെ സ്വീകരിക്കുന്നത്, അവയുടെ അതിലുള്ള അത്യാസക്തി കൊണ്ട് ഫലകാംക്ഷിയായിട്ട് തീർന്നിരിക്കുന്നത്, ആ നിശ്ചയം രാജസമാകുന്നു. അപ്പോൾ ആ നിശ്ചയത്തിന്റെ ആ നിശ്ചയം, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ആ നിശ്ചയം, ദൃഢനിശ്ചയം ഏതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം? ആ ശരിയായിട്ടുള്ള ആ ധാർമ്മിക ഗ്രന്ഥങ്ങളുടെ പിൻബലത്തോടു കൂടിയിട്ടും ആ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തനായിട്ടും ആ ഭഗവാനിൽ സമർപ്പിച്ചതായിട്ടും ആയിരിക്കണം ഒരു സാത്വികമായിട്ടുള്ള ആ ദൃഢനിശ്ചയം. പക്ഷേ രാജസികമായിട്ടുള്ള ദൃഢനിശ്ചയം എന്ന് പറഞ്ഞാല് ആ ഫലകാംക്ഷി, മനുഷ്യൻ ധർമ്മം, അർത്ഥം എന്നിവയെല്ലാം സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത്തരമുള്ള രാജസികമായിട്ടുള്ള ബുദ്ധികൾ, അവർ അതിലുള്ള അത്യാസക്തി കൊണ്ട് ഫലകാംക്ഷിയായിട്ടാണ് തീരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നിയതകർമ്മങ്ങൾ ഏറ്റെടുക്കുന്നത് അവർ അത്യാസക്തി, ആ ദൃഢനിശ്ചയം അവർക്ക് വരുന്നത് അതിന്റെ ഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിന്റെ ഫലം എപ്പോഴും ശരിയായിട്ട് വരണമെന്നില്ല. ചിലപ്പോൾ ശരിയായി നല്ല രീതിയിലുള്ള ലാഭമോ ഫലമോ വരാം, അല്ലെങ്കിൽ അത് നഷ്ടമായിട്ടും വരാം. പക്ഷേ അവർ അത്തരത്തിലുള്ള അത്യാസക്തി കൊണ്ട് ആ വളരെയധികം ഫലം അത്തരത്തിലുള്ള കർമ്മങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള അത്യാസക്തി കൊണ്ടുള്ള ആ ദൃഢനിശ്ചയം രാജസമാകുന്നു. യയാ സ്വപ്നം ഭയാ ശോകം വിഷാദം മതമേവച നവിമുഞ്ചതി ദുർമേധാ ധൃതിസ പാർത്ഥ താമസി. അല്ലയോ കുന്തിപുത്ര, സ്വപ്നം, ഭയം, വ്യസനം, വിഷാദം, മതം എന്നിവയ്ക്ക് അതീതമല്ലാത്ത ആ ബുദ്ധിശൂന്യമായിട്ടുള്ള നിശ്ചയം തമോ ഗുണത്തിലുള്ളതാണ്. അപ്പോൾ തമോ ഗുണ പ്രധാനമായിട്ടുള്ള ആളുകൾ വളരെയധികം ഭയം, ജോലിയൊന്നും, പല വിധത്തിലുള്ള സ്വപ്നങ്ങൾ, വ്യസനം, വിഷാദം, മതം എന്നിവയ്ക്ക് അതീതമല്ലാത്ത അത്തരത്തിൽ അതിൽ നിന്ന് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും നിശ്ചയങ്ങളുമാണ് ആ തമോ ഗുണത്തിലുള്ളവർക്ക് ഉള്ളത്. സുഖം ത്വദാനീം ത്രിവിധം ശൃണുമേ ഭരതർഷഭ അഭ്യാസാത് രമതേ യത്ര ദുഃഖാന്തം ഛ നിഗച്ഛതി. ഹേ ഭരതർഷഭ, ബദ്ധനായിട്ടുള്ള ജീവാത്മാവ് ആസ്വദിക്കുകയും ആ ആസ്വാദനത്തിലൂടെ ചിലപ്പോൾ സകല ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യുന്ന സുഖത്തെ പറ്റി ഇനി പറയാം. ആ സുഖം 3 വിധത്തിലുണ്ട്. ബദ്ധനായിട്ടുള്ള ജീവാത്മാവ് ആസ്വദിക്കുകയും ആസ്വാദനത്തിലൂടെ സകല ക്ലേശങ്ങളിൽ നിന്ന്, എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യുന്ന സുഖം ഏതാണോ അത് 3 വിധത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? തദഗ്രേ വിഷമിവ പരിണാമേ മൃതോപമം തത്സുഖം സാത്വികം പ്രോക്ത ആത്മബുദ്ധി പ്രസാദജം. ആത്മസാക്ഷാത്കാരത്തിനായുള്ള യത്നത്തിൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനും മനസ്സിനെ ആത്മാവിൽ കേന്ദ്രീകരിക്കുവാനുമായി പല നിബന്ധനകൾക്കും വഴങ്ങേണ്ടതുണ്ട്. കർക്കശമാണ് അവയെല്ലാം. അപ്പോൾ ഒരു യോഗിക്ക് പലതരത്തിലുള്ള ഇന്ദ്രിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അഷ്ടാംഗ യോഗത്തിലുള്ള പോലെ യമം, നിയമം, ആസനം, പ്രാണായാമം ഇതെല്ലാം ഉണ്ട്. ആ യമം, നിയമം എന്നുള്ളതെല്ലാം തന്നെ ആ ധാർമ്മികമായിട്ടുള്ള ചര്യകളാണ്. തപസ്, അഹിംസ, അപരിഗ്രഹം മുതലായിട്ടുള്ള സാത്വിക കർമ്മങ്ങൾ, സാത്വിക സ്വഭാവം ആദ്യമേ തന്നെ വരേണ്ടതാണ്.
ഒരു യോഗിക്ക്. എന്നാൽ മാത്രമേ മറ്റ് ഘട്ടങ്ങളിലായിട്ട് പുരോഗതി പ്രാപിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഒരു ഭക്തനും ശരിയായിട്ടുള്ള ആ 4 യമനിയമങ്ങൾ ആദ്യമായിട്ട് തന്നെ അനുസരിക്കേണ്ടതാണ്. അതാണ് അതിന്റെ പില്ലർ, ബേസിക്. അത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളില് എത്ര കെട്ടിപ്പടുത്താലും ആ ഇന്ദ്രിയ നിഗ്രഹണം ശരിയാവാതെ വരികയാണെങ്കിൽ ഒരിക്കലും എന്ത് കിട്ടില്ല, ആ ശരിയായിട്ടുള്ള ആത്മസാക്ഷാത്കാരം, ശരിയായിട്ടുള്ള ജ്ഞാനം അവർക്ക് ലഭിക്കുവാൻ സാധിക്കില്ല. അപ്പോൾ ഒരുവൻ എന്തെല്ലാം തന്നെ പ്രവർത്തികൾ ബാഹ്യമായിട്ട് ആ ഭഗവത് ഇച്ഛയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അവരവരുടെ ഇന്ദ്രിയങ്ങളെ അവർക്ക് നിയന്ത്രിക്കാൻ ശേഷിയില്ലെങ്കിൽ അതെല്ലാം തന്നെ വ്യക്തമായിട്ട് തീരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആ യമനിയമാദികൾ തന്നെ ആദ്യം പരിശീലിക്കേണ്ടതാണ്. അതെല്ലാം തന്നെ വളരെ കർക്കശങ്ങളാണ്, വിഷം പോലെ കൈപ്പേറിയതാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ എല്ലാം. പക്ഷേ അവയെ വേണ്ടും വിധം അനുഷ്ഠിച്ചാലാകട്ടെ അതീന്ദ്രിയാവസ്ഥയിലെത്താം. ജീവിതത്തിന്റെ അമൃതാസ്വാദനം അന്ന് ആരംഭിക്കുകയായി. പലവിധ ഭഗവാൻ തന്നെയാണ് പറയുന്നത്, എന്താണ്, ആദ്യഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള യമനിയമങ്ങൾ അനുസരിക്കുവാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകും. പക്ഷെ അതെല്ലാം അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അനുഷ്ഠിച്ചാലാകട്ടെ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് എത്താം. ജീവിതത്തിന്റെ അമൃതാസ്വാദനം അന്ന് ആരംഭിക്കേണ്ടതായി. അത് ആരംഭത്തിൽ തന്നെ വളരെ ബുദ്ധിമുട്ടും വിഷം പോലെ ആകുന്നു. പക്ഷേ അത് അനുഷ്ഠിച്ചാൽ സുഖം ലഭിക്കുന്നു. വിഷയേന്ദ്രിയ സംയോഗാഗ്നേ മൃദോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസംസ്മൃതം. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരുമ്പോൾ ഉളവാകുന്ന സുഖം തുടക്കത്തിൽ അമൃത തുല്യമെങ്കിലും ഒടുവിൽ വിഷപ്രായമാവും. രാജസമാണ് ഈ സുഖം. അപ്പോൾ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേർന്നിട്ടാണ് പലതരത്തിലുള്ള പ്രവൃത്തികളിലും നമ്മൾ ഏർപ്പെടുന്നത്. അതെല്ലാം തന്നെ ആ സുഖവും ഭോഗവും ലഭിക്കുവാനാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ആരംഭത്തിൽ അമൃത തുല്യം, അതായത് സുഖമാണ് ആരംഭത്തിൽ തന്നെ ലഭിക്കുക. എങ്കിലും ഒടുവിൽ അത്തരം സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ അത് വിഷപ്രായമാവും. രാജസമാണ് ഇത്തരത്തിലുള്ള സുഖം എന്ന് പറയുന്നു. യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മന നിദ്രാലസ്യ പ്രമാദാർത്ഥം തത്താമസമുദാഹൃതം. ആത്മദർശനത്തെ സംബന്ധിച്ചിടത്തോളം അന്തവും ആദ്യം മുതൽ അവസാനം വരെ വ്യാമോഹഭരിതവും നിദ്ര, ആലസ്യം, പ്രമാദം എന്നിവയിൽ നിന്നുണ്ടാകുന്ന സുഖമാണ് താമസം. ആത്മദർശനത്തെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു താമസിക ആധിക്യമുള്ളവർക്ക് ഒരിക്കലും ആത്മദർശനത്തിനെ സംബന്ധിച്ചിട്ടുള്ള ശാസ്ത്രങ്ങളൊന്നും തന്നെ അറിവില്ല. അറിവുണ്ടെങ്കിൽ പോലും അത് അവഗണിക്കുന്നു. അതുപോലെ തന്നെ ആദ്യം മുതൽ അവസാനം വരെ വ്യാമോഹ ഭരിതവും നിദ്ര, ആലസ്യം, പ്രമാദം, തെറ്റുകൾ, പലവിധത്തിലുള്ള തെറ്റുകൾ അതെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടും അതെല്ലാം ചെയ്തുകൊണ്ടും ആണ് ഒരു തരത്തിലുള്ള താമസികമായിട്ടുള്ള ബുദ്ധി ഉള്ളവൻ ഇരിക്കുന്നത്. അവർക്ക് ശാസ്ത്ര ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ട് ഒരിക്കലും ജ്ഞാനം തന്നെ ഉണ്ടാകില്ല. അപ്പോൾ അതിനുള്ള വഴി തുറന്നു ഉണ്ടെങ്കിൽ പോലും അവർ അത് വൈമുഖ്യം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അതിനുശേഷം അവരുടെ ജീവിതം മുഴുവനും തന്നെ വ്യാമോഹഭരിതവും തെറ്റ് പറ്റാവുന്ന രീതിയിലും ആയിക്കൊണ്ടേയിരിക്കുന്നു. അത്തരത്തിലുള്ള ഉന്മാദത്തോടു കൂടിയിട്ടുള്ള സുഖമാണ് താമസികമായിട്ടുള്ള സുഖം എന്ന് പറയുന്നത്. നതദസ്ഥിതി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിചാർമുക്തം യഥേഭി സ്യാത് ത്രിഭിർഗുണൈ. ഈ ഭൂമിയിലോ ഉപരിഗ്രഹ വ്യൂഹങ്ങളിലോ ദേവന്മാർക്കിടയിലോ പ്രകൃതിജങ്ങളായിട്ടുള്ള ഈ 3 ഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ട് യാതൊരു ജീവനും ഇല്ല. അപ്പോൾ
നമ്മൾക്ക് മാത്രമല്ല, ഈ ഭൂമിയിൽ മാത്രമല്ല, ഉപരിഗ്രഹങ്ങളിലുള്ള ആ ദേവന്മാർക്കിടയിലും ആ പ്രകൃതിയുടെ ഈ ഗുണങ്ങളിൽ നിന്ന് മുക്തമല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മുക്തനായിട്ട് യാതൊരു ജീവനുമില്ല. അപ്പോൾ ഈ ഭൂമിയിലും ഉപരിഗ്രഹങ്ങളിലും ദേവന്മാർക്കിടയിലും ഇത്തരത്തിലുള്ള ഈ ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് അവരുടെ പ്രവർത്തനം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ പ്രകൃതി ഈ ഭൂമിയിൽ മാത്രമല്ല, ഉപരിഗ്രഹ വ്യൂഹങ്ങളിലും ഇത്തരത്തിലുള്ള പ്രകൃതി ഉണ്ട്. ആ പ്രകൃതി സംബന്ധമായിട്ടുള്ള ഈ ഗുണങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ ഭൂമിയിലും അതിന്റെ ഉപരിഗ്രഹങ്ങളായിട്ടുള്ള ആ ദേവന്മാരും അത്തരത്തിൽ ആ പ്രകൃതി സംബന്ധമായിട്ട് ആണ് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ബ്രാഹ്മണ ക്ഷത്രിയ വിംശാം ശുദ്രാണാം ശബരാം തപ കർമ്മണ പ്രവിഭക്താനി സ്വഭാവ പ്രഭവേർഗുണേ. ഹേ ശത്രുഞ്ജനായിട്ടുള്ള അർജുന, ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശുദ്രനെയും തിരിച്ചറിയുന്നത് ത്രിഗുണങ്ങളെ ആധാരമാക്കി ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്ത്? ആ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശുദ്രന്റെ ആ സ്വഭാവങ്ങൾ. അപ്പോ ഓരോരുത്തർക്കും ഇപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന 10-20 പേരെ എടുത്തു കഴിഞ്ഞാല് അവർക്ക് പലതരത്തിലുള്ള സ്വഭാവമാണ്. അപ്പോൾ ഈ സ്വഭാവത്തെ അനുസരിച്ചിട്ടാണ് അത് കാറ്റഗറൈസ് ചെയ്യുന്നത്, അതായത് തരംതിരിച്ചിരിക്കുന്നത്. സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ തരംതിരിച്ചിരിക്കുന്നത്. അതിനെയാണ് വർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 വർണ്ണങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയതേ ഇതി വർണ്ണം. ഭരിക്കപ്പെടുന്നത് എന്തോ അതാണ് വർണ്ണം. എന്തെന്ന് വെച്ചാൽ നമ്മൾക്ക് ആ പൂർവസഞ്ചിതമായിട്ടുള്ള ആ വാസനയ്ക്ക് അനുസരിച്ചിട്ടാണ് ഓരോ സ്വഭാവങ്ങൾ നമ്മൾക്ക് കൈവരുന്നത്. അപ്പോൾ ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പുത്രൻ ഒരിക്കലും ബ്രാഹ്മണനായിട്ട് വരും എന്നുള്ളതിന് യാതൊരു നിർബന്ധവും ഇല്ല. അതുമാതിരി ഒരു ക്ഷത്രിയന്റെ പുത്രൻ ബ്രാഹ്മണനായേക്കാം, ബ്രാഹ്മണന്റെ പുത്രൻ ചിലപ്പോൾ വൈശ്യനായേക്കാം, ശൂദ്രന്റെ പുത്രൻ ചിലപ്പോൾ ബ്രാഹ്മണനായേക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ അവനവൻ സ്വയം ഭരിക്കുന്നതാണ്. അതായത് വ്രിയതേ ഇതി വർണ്ണ, സ്വയം ഭരിക്കുന്ന സ്വഭാവം. സ്വയം സഞ്ചിതമായിട്ടുള്ള ആ വാസനാബലത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ആ സ്വഭാവ ഗുണത്തിനനുസരിച്ചിട്ടാണ് ഈ എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഈ വർണ്ണം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഗുണങ്ങളെ, ആ സാത്വിക, രാജസ, താമസിക വർണ്ണങ്ങളെ, ആ ഗുണങ്ങളെ ആധാരമാക്കിയിട്ടാണ് ഈ സ്വഭാവ വ്യതിയാനം വരുന്നത്. അപ്പോൾ ഈ സ്വഭാവ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള 4 എന്താണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഈ 4 വർണ്ണങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ജാതിയോ വർണ്ണങ്ങളോ ഒന്നും ശരിയായിട്ടുള്ള ജാതിയോ വർണ്ണങ്ങളോ അല്ല. അതെല്ലാം തന്നെ ആരാണ്? ആ മൂഢബുദ്ധികൾ, ആ തമോ ഗുണാധിക്യമുള്ള ആളുകൾ കൂട്ടിച്ചേർത്തതാണ് ഇത്തരത്തിലുള്ള ജാതിയും ആ ജന്മന ലഭിച്ചിട്ടുള്ള ആ വർണ്ണവും ഉള്ളത്. അത്തരത്തിലുള്ള ആളുകൾ കൂട്ടിച്ചേർത്തതാണ് എന്നുള്ളത് വ്യക്തമാണ്. ശമോദമസ്തപശൗചം ക്ഷാന്തിരാർജമവേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മജ സ്വഭാവജം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പരിശോധിക്കാൻ സാധിക്കും. എന്ത് ഗുണാധിക്യമാണ് നിങ്ങളിലുള്ളത്, നമ്മളിലുള്ളത് ഏത് ഗുണാധിക്യമാണ്, ഏത് ഗുണത്തിന്റെ കുറവാണ് നമ്മളിലുള്ളത്, അങ്ങനെ നമുക്ക് സ്വയം വിശകലനം ചെയ്തിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ശാന്തത, ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം എന്നിവയാണ് ബ്രാഹ്മണരുടെ പ്രവൃത്തി ഗുണവിശേഷങ്ങൾ. അപ്പോഴെപ്പോഴും ശാന്തതയും ആ പ്രവൃത്തികളിലുള്ള ആത്മസംയമനവും
പല വിധത്തിലുള്ള തപസ് യമനിയമാദികൾ പരിശീലിക്കുന്നതും വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ഭഗവാനെ കുറിച്ചിട്ടും ആത്മാവിനെ കുറിച്ചിട്ടുള്ള ജ്ഞാനവും അതിൻ്റെതായിട്ടുള്ള പ്രവൃത്തികളിൽ മുഴുകുന്നതും, ആസ്തിക്യം, ഭഗവാനോടുള്ള പ്രതിബദ്ധത, ആസ്തികത, ഇതെല്ലാം തന്നെയാണ് ബ്രാഹ്മണരുടെ പ്രവൃത്തി ഗുണവിശേഷങ്ങൾ. അപ്പോൾ ഒരു ശരിയായിട്ടുള്ള വൈഷ്ണവൻ ഒരു ബ്രാഹ്മണനേക്കാളും ഉത്തമനാണ്. എന്തെന്നാൽ അവൻ ഇത്തരത്തിലുള്ള പ്രകൃതി ബന്ധങ്ങളിൽ നിന്നെല്ലാം മോചിച്ച് നിയത കർമ്മങ്ങളെല്ലാം കൃഷ്ണാബോധത്തോടെ ഭഗവത് സേവനത്തിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശരിയായിട്ടുള്ള ഒരു വൈഷ്ണവൻ ഒരു ബ്രാഹ്മണനേക്കാളും ഉയർന്ന പദത്തിലാണ് എത്തുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഈ 4 വർണ്ണത്തിലും ഒരു വൈഷ്ണവൻ ഉൾപ്പെടുന്നില്ല. അത് ഈ 4 വർണ്ണത്തിനേക്കാളും മുകളിലുള്ള രീതിയാണ് ഒരു ഭക്തന് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. അതായത് ഭക്തൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അതീന്ദ്രിയമാണ്. പക്ഷേ ഒരു ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാരെല്ലാവരും ചെയ്യുന്നത് ഈ പ്രകൃതിക്ക് അനുയോജ്യമായിട്ട് പ്രകൃതിക്ക് അടിസ്ഥാനത്തിൽ ഉള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം വരുന്നത്. ശൗര്യം, തേജോ, ധൃതിർ, ദാക്ഷ്യം, യുദ്ധേ ചാപ്യപലായനം, ദാനം, ഈശ്വരഭാവശ്ച, ക്ഷാത്രം, കർമ്മ സ്വഭാവജം, പരാക്രമം, ഫലം, ദൃഢനിശ്ചയം, നൈപുണ്യം, യുദ്ധത്തിൽ ധൈര്യം, ഔദാര്യം, നേതൃത്വം എന്നിവരത്രേ ക്ഷത്രിയരുടെ പ്രവൃത്തികളുടെ സ്വഭാവ ഗുണങ്ങൾ. അപ്പോൾ ക്ഷത്രിയ ഗുണമാണ് ഈ പറയുന്നത്. ഒരുവനിൽ ഒരു പരാക്രമം, ബലം, ദൃഢനിശ്ചയം, നൈപുണ്യം, യുദ്ധത്തിലുള്ള ധൈര്യം, വീര്യം, ഔദാര്യം, നേതൃത്വം എന്നീ ഗുണങ്ങളുടെ ആധിക്യം കാണുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ അതാണ് ക്ഷത്രിയരുടെ പ്രവൃത്തിയുടെ സ്വഭാവ ഗുണം. കൃഷിഗോരക്ഷ, വാണിജ്യം, വൈശ്യകർമ്മ സ്വഭാവജം, പരിചര്യാത്മകം കർമ്മ, ശൂദ്രസ്യാഭിസ്വഭാവജം. കൃഷി, ഗോരക്ഷ, വ്യാപാരം എന്നിവ വൈശ്യർക്കാണ് ഉള്ളത്. അതും അവർക്ക് സ്വാഭാവികമായിട്ടുള്ള കർമ്മങ്ങളാണ്. കൃഷി, ഗോരക്ഷ, പലതരത്തിലുള്ള ബിസിനസ്, ട്രേഡ്, കൃഷി, ഇതെല്ലാം തന്നെ വൈശ്യർക്കുള്ള സ്വഭാവമാണ്. അവരവരുടെ സഞ്ചിത വാസന കർമ്മത്താൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നു. ശൂദ്രരുടേത് അധ്വാനവും മറ്റുള്ളവരെ പരിചരിക്കലുമാണ്. അതായത് സർവീസ്, സർവന്റ്, ഇതൊക്കെയാണ് ശൂദ്രരുടെ കർമ്മങ്ങൾ. അപ്പോൾ പലവിധത്തിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അത്തരത്തിലുള്ളവർ, മറ്റുള്ളവരുടെ ആശ്രയിച്ച് അവരവരുടേതായിട്ടുള്ള ജീവിതം നിലനിർത്തുന്നവർ ശൂദ്ര കർമ്മമാണ് ചെയ്യുന്നത്. അവര് സ്വന്തമായിട്ടൊരു പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്യുന്നില്ല, മറിച്ച് മറ്റ് ഈ 3 വർണ്ണങ്ങളിലും ഉള്ള ആളുകളെ ആശ്രയിച്ചിട്ട് അവരുടെ സേവനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഈ 3 വർണ്ണത്തിലുള്ളവർക്കും കൊടുക്കുന്നു. അതിന് താല്പര്യമുള്ളവരാണ് ശൂദ്രർ എന്ന് പറയുന്നത്. ശേഷേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര, സ്വകർമ്മനിരത സിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു. സ്വാഭാവികങ്ങളായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നാൽ മനുഷ്യന് പൂർണ്ണത നേടാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ബാക്കി അടുത്ത ദിവസം നോക്കാം. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? ഏത് അധ്യായത്തിന്റെയൊക്കെയാണ് ഇനി കഴിയാനുള്ളത്?